ഉടമാശുകനീർ. ആമേൻ, സ്തോത്രം. എനിക്കിവിടെ നല്ല മഴയായതുകൊണ്ട് ആമേൻ നെറ്റ് കട്ടായി പോകുന്നുണ്ട്. ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കുക. സ്തോത്രം. എനിക്കിവിടെ റേഞ്ചിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ, ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ആമേൻ ചില ദൈവപ്രവർത്തികൾ ചെയ്യും. അത് സുനിശ്ചിതമാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ട വചനം ഇതാണ്. ചിലരോടുള്ള ബന്ധത്തിൽ ദൈവം ആമേൻ ഒരു പ്രഭാതം ഒരു മനുഷ്യന്റെ ഒരു ആമേൻ ആമേൻ ഭൂമിയിൽ വെളിപ്പെടുന്നത് പോലെ ആമേൻ ഇന്ന് പകലിൽ ദൈവം ആമേൻ തന്റെ വചനം അയച്ച് നമ്മളെ വിടുവിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരു പ്രഭാതം വെളിപ്പെടുന്നത് പോലെയുള്ള ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകലിൽ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമുണ്ട്. പുറപ്പാട് പുസ്തകം 14 അധ്യായം. ആമേൻ. അവിടെ അതിന്റെ 24 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പുറപ്പാട് 14:24. ആമേൻ. സ്തോത്രം. ആമേൻ. ശ്രദ്ധിക്കണമേ. പുറപ്പാട് പുസ്തകം 14 അധ്യായം 24 വാക്യം. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നു, പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി. സ്തോത്രം. നോക്കിയേ, പ്രഭാതത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന വിടുതലിന്റെ ഒന്നാമത്തെ ചിന്ത ഞാൻ ആത്മാവിൽ പറഞ്ഞു തുടങ്ങുകയാണ്. ആമേൻ. നിനക്കെതിരെ വരുന്ന ചിലതിനെ താറുമാറാക്കി കളയുന്ന ഒരു ദൈവപ്രവർത്തിയുടെ പ്രഭാതം നമ്മുടെ മുമ്പിലുണ്ട്. ആമേൻ. ദീർഘനാളുകൾ നമുക്കറിയാം. ഇസ്രായേലിലെ ആമേൻ 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 അവരുടെ അനുഭവങ്ങൾ നമുക്കറിയാം. 430 വർഷം അവർ അടിമനുഖത്തിൽ അകപ്പെട്ട ചരിത്രം നമുക്കറിയാം. അവർ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച അനുഭവം നമുക്കറിയാം. ഞാൻ ആ ചരിത്ര പശ്ചാത്തലങ്ങൾ വിശദീകരിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുകയാണ്. ആമേൻ. അവർ എന്ത് ചെയ്യുകയാണ്? ആമേൻ. വല്ലാതെ ആ അടിമനുഖത്തിന്റെ അകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. സ്തോത്രം. ആമേൻ. പക്ഷേ പ്രഭാതത്തിൽ ആമേൻ ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്ന ആമേൻ പ്രഭാതത്തിൽ ദൈവം അവർക്ക് വേണ്ടി ഇടപെടുന്നതിനെ കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രഭാതത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്, അവരെ താറുമാറാക്കി കളഞ്ഞെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പ്രഭാതത്തിൽ ദൈവം ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ആത്മീയ വിടുതൽ എന്ന് പറയുന്നത് ഈ ദിവസം നമ്മെ മുന്നോട്ട് വിടാതെ, നമ്മുടെ മേലുള്ള ദൈവിക വിളിയിൽ നമ്മെ എത്തിച്ചേരാൻ അനുവദിക്കാതെ, നമ്മുടെ മേലുള്ള ദൈവിക പദ്ധതിയിലേക്ക് നമ്മെ പ്രവേശിക്കാൻ അനുവദിക്കാതെ, നമുക്ക് എതിരെ തടസ്സമായി നിൽക്കുന്ന ചില സൈന്യബലത്തെ, ചില അധികാരങ്ങളെ താറുമാറാക്കി കളയുന്ന ഒരു ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് പകൽ ആമേൻ പറയാൻ പറ്റുമോ? ആമേൻ പറയാൻ പറ്റുമോ? അവന്റെ ഉദയം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. ആമേൻ. ഇന്ന് പകൽ ഒരു പ്രഭാതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ദൈവ പ്രവർത്തിയുടെ ഒരു പ്രഭാതം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ആമേൻ. ഇന്നലകളിൽ നാം ഭയപ്പെട്ടതിന്റെ നേരെ, ഇന്നലകളിൽ നാം ആമേൻ ഹാലേലൂയ വേദനയോടെ നോക്കിയതിന്റെ നേരെ ഇന്ന് പകൽ ഈ പ്രഭാതയാമത്തിൽ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആമേൻ. 14:10 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 14:10 ആമേൻ. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഫറവോൻ ആമേൻ ഹല്ലേലൂയ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ടേറ്റവും ഭയപ്പെട്ടു. 14:10 ഫറവോൻ ആമേൻ സകല സന്നാഹങ്ങളോടും കൂടി വരികയാണ്. ഇത് ഇസ്രായേൽ ജനം തല ഉയർത്തി നോക്കിയപ്പോൾ അവർ കാണുന്ന കാഴ്ചയാണ്, തങ്ങൾ വിടുവിക്കപ്പെട്ടിട്ടും തങ്ങളെ വിടാതെ പിന്തുടരുന്ന ആമേൻ മിസ്രൈമ്യ ശക്തികളെ കുറിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. അവർ ഭയപ്പെട്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അവർ വല്ലാതെ ഭയപ്പെട്ടു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഏതു ശക്തിയാണോ അവരെ ഭയപ്പെടുത്തിയത്, ഏതു ശക്തി നിമിത്തമാണോ അവരുടെ അകം ക്ഷീണിച്ചു പോയത്, അതേ ശക്തിയെ താറുമാറാക്കി കളയുവാൻ പ്രഭാതത്തിൽ സ്വർഗത്തിന്റെ ഒരു ഇടപെടൽ വെളിപ്പെടുകയാണ്. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാൻ എനിക്ക് ആത്മാവിലൊരു നിയോഗമുണ്ട്. ആമേൻ. ഈ ദിവസങ്ങൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തി, ആമേൻ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തി
നമ്മെ ഭയപ്പെടുത്തി നമ്മുടെ വാഗ്ദത്തങ്ങളിൽ പ്രവേശിക്കാൻ കഴിയാതെ, നമ്മുടെ വിളിയിൽ തുടരുവാൻ കഴിയാതെ, നമ്മുടെ നിയോഗങ്ങളിൽ തുടരാൻ കഴിയാതെ നമ്മെ ഭയപ്പെടുത്തുന്ന ചില കൂട്ടുകെട്ടുകളെ പൊളിച്ചു കളയുവാൻ ദൈവം ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ഇടപെടുമെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞൊന്ന് സ്തോത്രം ചെയ്ത് ഇതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമോ പ്രിയമുള്ളവരെ? ആമേൻ, ഹല്ലേലൂയ. ആമേൻ, രാത്രി ഇരുട്ട് നിറഞ്ഞതാണ്, എന്നാൽ പ്രഭാതം ആമേൻ ചിലതിന്റെ തുടക്കമാണ്. നമുക്കറിയാം, ഒരു പ്രഭാതം എന്ന് പറയുന്നത് ഒരു ദിവസത്തിന്റെ ഏറ്റവും അതിപ്രധാനമായ സമയങ്ങളാണ്. ആമേൻ, ചില തുടക്കങ്ങളുടെ സമയമാണ്, ചിലത് ആരംഭിക്കാനുള്ള പ്രിപ്പറേഷൻ നടത്തുന്ന സമയമാണ് പ്രഭാത സമയം എന്ന് പറയുന്നത്. ആമേൻ, ആ പ്രഭാത സമയത്ത് ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഇടപെടുന്ന സമയമാണ്. ഇന്ന് പകൽക്കാലം രാത്രികാലങ്ങളിൽ നമ്മെ അസ്വസ്ഥമാക്കുന്ന, രാത്രികാലങ്ങളിൽ നമ്മെ ഭയപ്പെടുത്തുന്ന, രാത്രികാലങ്ങളിൽ നമ്മുടെ വിളിയെ ചോദ്യം ചെയ്യുന്ന ആമേൻ ചില സൈന്യബലത്തെ തകർത്ത് കളയുവാൻ ഇന്ന് പ്രഭാതത്തിലും ഒരു ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ ആമേൻ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ആമേൻ, പുറപ്പാട് 14:25 മിസ്രയീമർ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. അവർ പറയുകയാണ്, ആമേൻ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന്. ആമേൻ, ഒരു കാലത്ത് ഇവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആമേൻ, ഞങ്ങൾ ഈ ദൈവത്തെ അനുസരിക്കാൻ അവൻ ആരാണ്? ആമേൻ, യഹോവയെ ഞങ്ങൾ അനുസരിക്കുവാൻ അവൻ ആരാണ്? ആമേൻ, ഞങ്ങൾക്ക് അവനെ അറിയത്തില്ല എന്ന് പറഞ്ഞൊരു സമയം ഇവരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഒരു പ്രഭാതത്തിൽ വെളിപ്പെട്ടപ്പോൾ അവർ പറയുകയാണ്, ഇതാ യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്, നാം അവരെ വിട്ട് ഓടിപ്പോക എന്ന്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, ആമേൻ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ മിനിസ്ട്രിയെ ചോദ്യം ചെയ്ത്, നമ്മുടെ വിളിയെ ചോദ്യം ചെയ്ത്, ആമേൻ, നമുക്കെതിരെ ആമേൻ നീ ആരെന്ന് പറഞ്ഞ് നമുക്കെതിരെ പ്രശ്നം സൃഷ്ടിക്കുന്ന ചിലരുടെ മുമ്പിൽ ദൈവം വെളിപ്പെടാൻ വേണ്ടി പോകുകയാണ്. ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ വേണ്ടി പോകുകയാണ്. ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ആമേൻ പ്രഭാതത്തിൽ ഒരു ദൈവിക ഇടപെടൽ വെളിപ്പെടാൻ പോകുകയാണ്. ഓ ശമന ഹദര ജഗന, ആരോടൊക്കെയോ ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ഒരു ദൈവിക ദൂതിടപെടുന്നത് എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ആമേൻ ഇന്നലകളിൽ ചോദ്യം ചെയ്ത, ആമേൻ ഇന്നലകളിൽ നിന്റെ ജീവിതത്തെ നോക്കി വെല്ലുവിളിച്ച ചിലരിനെ താറുമാറാക്കുവാൻ നിന്റെ മുമ്പിൽ സ്വർഗം ഈ പ്രഭാതത്തിൽ വെളിപ്പെടുകയെന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, ആമേൻ പറഞ്ഞ് ഈ വചനത്തെ സ്വീകരിക്കണം. ഇന്ന് പകലൊരു ദൈവപ്രവൃത്തിയുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദീർഘനാളുകൾ നിന്നെ പിന്തുടർന്ന് അസ്വസ്ഥമാക്കുന്ന ചിലത് വിട്ടുമാറാൻ പോകുകയാണ്. ദീർഘനാളുകൾ നിന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന ചിലത് ആമേൻ ഇന്നു പകൽ ദൈവം അതിന്റെ നേരെ തന്റെ ദൃഷ്ടി വായിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ കരം അതിന്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോകുകയാണ്. ചിലത് താറുമാറായി മാറാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, ഞാനൊരു സാക്ഷ്യം, ഇത് വചനവും സാക്ഷ്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു സാക്ഷ്യം പറയട്ടെ പ്രിയമുള്ളവരെ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, എനിക്കറിയാവുന്ന ഒരു കുടുംബം, ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല. ആമേൻ സ്തോത്രം, അവരൊരു ബിസിനസ് വളരെ ആഗ്രഹിച്ചൊരു ബിസിനസ് തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. ആരംഭം ആമേൻ അസാധാരണമായ വളർച്ചയായിരുന്നു. ആ ബിസിനസ് തുടങ്ങിയ ആദ്യത്തെ 3-4 വർഷങ്ങൾ ആമേൻ അവർ ഭയങ്കരമായ നിലയിൽ വളരുവാനിടയായി തീർന്നു. എന്നാൽ പെട്ടെന്ന് ആമേൻ അവരുടെ ബിസിനസ് എല്ലാം താറുമാറായി. ആമേൻ, അവരോട് ചേർന്ന് നിന്നവരെല്ലാം അവർ വഞ്ചിക്കുവാനിടയായി തീർന്നു. എല്ലാം നഷ്ടപ്പെട്ടു. ആമേൻ, ദീർഘമായ നീണ്ട 10 വർഷങ്ങൾ ആമേൻ അവർ പുറത്തിറങ്ങാൻ കഴിയാതെ, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ കഴിയാതെ വല്ലാത്തൊരു അനുഭവത്തിൽ ആമേൻ ഹല്ലേലൂയ അവർ ഭവനത്തിന്റെ അകത്ത് ഒതുങ്ങുവാനിടയായി തീർന്നു. ആ കുടുംബം ആമേൻ ഹല്ലേലൂയ അവർക്ക് ചെയ്യാൻ പറ്റുന്ന, രക്ഷപ്പെടുവാൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് പരാജയപ്പെട്ട് ആമേൻ 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് ആമേൻ അതും പരാജയപ്പെട്ട് വല്ലാത്തൊരവസ്ഥ ിരിക്കുമ്പോൾ ആമേൻ പണമുള്ളപ്പോൾ രാത്രി 2 മണി 3 മണി വരെ അവരുടെ ആമേൻ കുടുംബത്തിൽ അതിഥികൾ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം തകർന്നു കഴിഞ്ഞപ്പോൾ രാത്രി 2 മണി 3 മണി വരെ അതിഥികളല്ല, കടം കൊടുക്കാനുള്ളവർ വന്ന് നിന്ന് ചീത്ത പറയുന്ന അനുഭവങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികൾ. ചെറിയ പൊടിക്കുഞ്ഞുങ്ങളാണ്. അവരുടെ മുഖത്ത് പോലും നോക്കിയാൽ നമുക്കറിയാം നിരാശ വല്ലാതെ ബാധിച്ചിരിക്കുന്നത്. ജീവിതത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു കുടുംബം. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഒരു ദിവസം എനിക്ക് ആ കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടി. ആമേൻ, ഞാൻ അവരുടെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും, അവരുടെ അനുഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഞാൻ എൻ്റെ ഉള്ളിൽ കരയാൻ തുടങ്ങി. സ്തോത്രം, എനിക്ക്
എനിക്കറിയത്തില്ല അവരോട് എന്തു പറയണമെന്ന്, എനിക്കറിയത്തില്ല അവരോട് എന്തു പറഞ്ഞ് ആമേൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറച്ച് സമയം മൗനമായി അവർ പറയുന്നു കേട്ട് ഞാൻ ഇരിക്കുവാനിടയായി. പെട്ടെന്ന് എൻ്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൈവശബ്ദം മുഴക്കി. ആമേൻ ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഏലിയാവ് പ്രവാചകനോട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവം പറഞ്ഞ അതേ വചനം എന്നോട് ദൈവം ഇടപെടുവാനിടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ആമേൻ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ ആമേൻ 14-ാമത്തെ വാക്യം, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുമെന്ന്, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുമെന്ന്. ഹല്ലേലൂയ. നിന്റെ കലത്തിലെ മാവ് തീരത്തില്ലെന്ന്. ജീവിതത്തിലെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടായിരുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി. വചനം കേട്ടപ്പോൾ ഞാൻ ആത്മാവിൽ ചാടി എഴുന്നേറ്റ് ഞാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. അവർക്കറിയത്തില്ല. ആമേൻ ഹല്ലേലൂയ. വചനഭാഗം ഞാൻ എടുത്തു, ഞാൻ അവരോട് വിശദീകരിക്കാൻ തുടങ്ങി. ആമേൻ. പ്രവാചകന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതത്തെക്കുറിച്ച്, ആ സരഫാത്തിലെ വിധവയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതത്തെക്കുറിച്ച്. ആമേൻ. ഏലിയ പ്രവാചകൻ സരഫാത്തിൽ ചെല്ലുമ്പോൾ ആമേൻ ആ വിധവ പറയുന്ന ഒരു പദം ഏലിയാവിനോട് എങ്ങനെയുണ്ട്? എന്റെ കയ്യിൽ അപ്പമില്ല. ആമേൻ. ഞാൻ 2 വിറക് പെറുക്കുന്നു. ആമേൻ. ആമേൻ. ഒരടയുണ്ടാക്കി ഞാനും മകനും മരിക്കാൻ വേണ്ടി, അത് കഴിച്ചു മരിക്കാൻ വേണ്ടി ഇരിക്കുക. വേറെ അപ്പമൊന്നും എന്റെ കയ്യിലില്ലെന്ന്. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഏലിയാവ് ആ സ്ത്രീയോട് പറയുന്ന ഒരു പദമുണ്ട്. ആമേൻ. ആദ്യം നീ എനിക്കൊരു ചെറിയ അട ഉണ്ടാക്കി തരിക എന്ന്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ. എന്താ ഏലിയാവ് പറഞ്ഞത്? ആ സ്ത്രീ പറഞ്ഞത് എന്താണ്? അവൾ പറഞ്ഞത് ഒരടയുണ്ടാക്കി ഞാനും മകനും മരിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ അട കഴിച്ച് ആമേൻ ബലപ്പെട്ടിട്ട് പോയി ആത്മഹത്യ ചെയ്യുന്ന കാര്യമല്ല. ഞാൻ ഇങ്ങനെയാണ് വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ കാര്യം. ആമേൻ. അവൾ അട കുഴച്ചപ്പോൾ തന്നെ അവൾ മരിക്കാനുള്ളത് കൂടി അതിന്റെ അകത്ത് ചേർത്തെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചാൽ മരണമാണ്, ഇത് കഴിച്ചനന്തരം ഞങ്ങൾ മരിക്കാൻ പോകുകയാണ്. ആമേൻ. പ്രവാചകൻ പറയുകയാണ്, നീ അതിൽ നിന്ന് എനിക്കൊന്നുണ്ടാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമെന്ന് അറിയാമോ? അവളുടെ മരണത്തെ ആമേൻ അഭിഷിക്തന്റെ മേൽ വെളിപ്പെട്ട അഭിഷേകം വിഴുങ്ങി എന്ന് പറഞ്ഞാൽ അവൾ അടയുണ്ടാക്കി ഏലിയാവിന് കൊടുത്തപ്പോൾ അവളുടെ കുടുംബത്തിൽ വെളിപ്പെടേണ്ട മരണമോ ഏലിയ പ്രവാചകന്റെ മേൽ വെളിപ്പെട്ട അഭിഷേകമോ അതിന് വിഴുങ്ങിക്കളഞ്ഞെന്ന് സ്വക്രഹോ എന്ന് പറഞ്ഞതുപോലെ ആമേൻ ഹാലിൽ ഞാൻ ആ ഭവനത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഈ വചനം ഇടപെട്ടു. ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പോകുകയാണെന്ന്. ആമേൻ. ഉറക്കമില്ലാത്ത രാത്രികൾ അന്ന് ആ പകലിൽ ആ പ്രാർത്ഥനയിൽ അവസാനിക്കുവാനിടയായി തീർന്നു. അവരുടെ ജീവിതത്തിൽ ഉരുണ്ടുകൂടിക്കുന്ന മരണത്തെ ആമേൻ അവിടെ വെളിപ്പെടുത്ത ആത്മശക്തി ആമേൻ പൊട്ടിച്ചു മാറ്റി എന്ന് നീണ്ട 10 വർഷക്കാലം അവർ അനുഭവിച്ച ആമേൻ ഹല്ലേലൂയ വല്ലാത്ത സാഹചര്യത്തിനകത്തു നിന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവരുവാനിടയായി തീർന്നു. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്നു പകലിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുകയാണ്. ആമേൻ. ദൈവം പ്രഭാതയാമത്തിൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുകയാണ്. നീണ്ട വർഷക്കാലം മുന്നോട്ട് വിടാതെ നിന്നെ പിന്തുടർന്ന ആമേൻ ചില സൈന്യ ബലത്തെ ഇന്നു പകൽ ദൈവം താറുമാറാക്കി കളയോ. നീണ്ട നാളുകൾ നിന്നെ മുന്നോട്ട് വിടാതെ ആമേൻ വല്ലാതെ കുരുക്കിയ ചില കെട്ടുകൾ ഇന്നു പകൽ അഴിഞ്ഞു മാറൂ. നീണ്ട നാളുകളായി ആമേൻ നിനക്കിനി പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറഞ്ഞ് മരണം മാത്രം കണ്ട അനുഭവത്തിന്റെ അകത്തു നിന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നിന്റെ മേലൊരു വിടുതൽ ആമേൻ ആത്മാവ് അയക്കാൻ വേണ്ടി പോകുകയാണെന്ന് ഇന്ന് പകൽ സ്തോത്രം ചെയ്യും. ഈ വചനത്തിന് വേണ്ടി ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന പ്രഭാതമാണ്. ഈ പ്രഭാതം ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന പ്രഭാതമാണ്. ചിലരോടുള്ള ബന്ധത്തിൽ ഉദയം സുനിശ്ചിതമായതുപോലെ ദൈവത്തിന്റെ പ്രഭാതം ദൈവമേ ചിലരോടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ടു വരികയാണ്. ഭൂമിയെ നനയ്ക്കുന്ന മഴ പോലെ നിന്റെ ജീവിതത്തിന്റെ വരൾച്ച മാറ്റുവാൻ ഇന്നു പകൽ ഒരു ദൈവിക ഇടപെടൽ ദൈവം ജീവിതത്തിന്റെ മേൽ നൽകാൻ വേണ്ടി പോകുകയാണ്. എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വസിക്കാൻ പറ്റോ? പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഭൂമിയെ നനയ്ക്കുന്ന മഴ പോലെ ജീവിതത്തിന്റെ വരൾച്ച മാറ്റിക്കളയുവാൻ, ജീവിതത്തിന്റെ പ്രശ്നം മാറ്റിക്കളയുവാൻ നിനക്ക് വേണ്ടി ഒരു പ്രഭാതം ദൈവം വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പകൽ ചിലരോടുള്ള ബന്ധത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന പ്രഭാതമായി ഇത് മാറാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആത്മാവിനോട് പറയുകയാണ്, പ്രഭാതത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ വെളിപ്പെട്ടപ്പോൾ മിസ്രയീമ്യർ ആമേൻ ഹല്ലേലൂയ താറുമാറായി. ആമേൻ. വിടുവിക്കപ്പെട്ട ജനം വാഗ്ദത്തത്തിൽ കയറുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, നിന്റെ വിളിയിൽ കയറാൻ സമയമായി, നിന്റെ ശുശ്രൂഷയിൽ ഒരു പുതിയ തുടക്കം വെളിപ്പെടാൻ സമയമായി. ആമേൻ. നാളുകളായി നിന്റെ അകത്ത് ഭയം കൊണ്ടുവന്ന് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ അവസാനിക്കാൻ പോവുകയാണ്. ഇതാ ദൈവപ്രവൃത്തിയുടെ ചില പ്രഭാത യാമങ്ങൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കുകയാണ്. ഈ പ്രഭാതത്തിലും ചില വിടുതലുകൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി കൈമാറാൻ പോകുന്നു.
ആമേൻ. സ്തോത്രം ചെയ്യണം. ഇന്ന് പകലിൽ സ്തോത്രം ചെയ്യണം പ്രിയമുള്ളവരെ. ദൈവാത്മാവ് ഇന്ന് പകൽ വ്യക്തമായിട്ട് ഇടപെടുകയാണ്. ആമേൻ. എല്ലാ കാലത്തും ഭയപ്പെട്ടിരിക്കാനല്ല, എല്ലാ കാലത്തും അകത്തൊതുങ്ങാനല്ല, എല്ലാ കാലത്തും നിരാശയുടെ വാക്ക് പറയാനല്ല, എല്ലാ കാലത്തും മരണത്തെ മുന്നിൽ കാണാനല്ല. ആമേൻ. മുന്നോട്ട് പോകുന്ന ചില ദൈവപ്രവൃത്തിയുടെ സമയങ്ങൾ കൂടി നമുക്കുണ്ടെന്നേ. ഇന്ന് പ്രഭാതത്തിൽ ആത്മാവ് ദൂതിടപെടുകയാണ്. ഈ പ്രഭാതം ചിലരോടുള്ള ബന്ധത്തിൽ ദൈവപ്രവൃത്തിയുടെ പ്രഭാതമായി മാറാൻ പോകുകയാണ്. നിന്റെ അകം വേദനിപ്പിച്ച ചില വിഷയങ്ങളുടെ കുടുക്കിന്ന് പകൽ അഴിയാൻ പോകുകയാണ്. നിന്റെ അകത്തെ ഭാരപ്പെടുത്തുന്ന, ആമേൻ, നിന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ചില രോഗശക്തികളെ ഈ പ്രഭാതത്തിൽ ദൈവം അഴിച്ചു മാറ്റുന്നു എന്ന് ആത്മാവിനോട് ഇടപെടുകയാണ്. വിശ്വസിക്കുക, ഇന്ന് പകൽ ചില വിടുതലിന്റെ പകലാണ്. സ്തോത്രം. ആമേൻ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ആമേൻ. നീണ്ട 15 വർഷക്കാലം ആമേൻ ഞാനൊരു പ്രത്യേക രോഗത്തിനടിമയായിരുന്നു. സ്തോത്രം. ആമേൻ. എൻ്റെ ചെറിയ പ്രായം മുതൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു രോഗമായിരുന്നു ആസ്മ എന്നുള്ളത്. ആമേൻ. വലിവ്. സ്തോത്രം. അത് വന്നാൽ ആമേൻ ശരീരം ഇളകാൻ പാടത്തില്ല. അത് വന്നാൽ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ആമേൻ. ചെറിയ കാലത്ത് തന്നെ വല്ലാതെ ഞെരുക്കി. ആമേൻ. ജീവിതം പോലും വെറുത്തു പോകുന്ന അനുഭവത്തിൽ ഇതിന്റെ വല്ലാത്ത ദുരിതം ഞാൻ അനുഭവിച്ചതാണ്. എന്നാൽ എൻ്റെ 16ാമത്തെ വയസ്സിൽ ആമേൻ ഹല്ലേലൂയ ഇരുട്ട് ദൈവം എന്നിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ആമേൻ. ദൈവത്തിന്റെ ഒരു പ്രഭാതം ദൈവം എനിക്ക് വേണ്ടി വെളിപ്പെടുത്തിയപ്പോൾ ആമേൻ നീണ്ട 16 വർഷം ഞാൻ അനുഭവിച്ച ആമേൻ ആ വല്ലാത്ത രോഗത്തിന്റെ പിടിക്കകത്ത് ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. സ്വത്രം. ഹല്ലേലൂയ. ഞാൻ ജീവിതം വെറുതു. ആമേൻ. മറ്റുള്ളവരെ പോലെ ആമേൻ ഹാലിൽ ഓടിക്കളിക്കാൻ പറ്റാത്ത, മറ്റുള്ളവരെ പോലെ സന്തോഷിക്കാൻ കഴിയാത്ത, നിറമില്ലാത്തൊരു ബാല്യകാലം. ആമേൻ. രോഗം എന്നെ വല്ലാതെ ആമേൻ പിടിച്ചടക്കിയ ഒരു ബാല്യകാലം. ആമേൻ ഹാലിൽ. എന്നാൽ യാദൃച്ഛികമായി ആമേൻ ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ ആമേൻ ചില ദൈവദാസന്മാരാൽ പ്രാർത്ഥിക്കുവാൻ എനിക്കൊരു അവസരം ലഭിച്ചു. സ്തോത്രം. ആമേൻ. എൻ്റെ ജീവിതത്തിന്റെ ആദ്യത്തെ അനുഭവമാണത്. ആമേൻ ഹാലിൽ. അവരെന്റെ തലയിൽ കൈവച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അവരുടെ കൈവയ്ക്കാനല്ലാത്ത വേറൊരു കരം എന്റെ മേൽ ഇറങ്ങി വരുന്നത് ഞാൻ അന്ന് ആത്മാവിൽ അറിഞ്ഞു. ആമേൻ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നീണ്ട 16 വർഷം എന്നെ വല്ലാതെ കുഴക്കിയ ആസ്മയുടെ കെട്ട് അന്ന് പകൽ അവിടെ പൊട്ടി. ആമേൻ. സ്തോത്രം. ആമേൻ. അവർ കൈവച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ആമേൻ താഴെ വീഴുവാനിടയായി തീർന്നു. ആമേൻ. പിന്നെ മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവാണ് എനിക്കുള്ളത്. ആമേൻ ഹാലിൽ. ഞാൻ എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി. ആ ചന്ദ്രരോഗിയായ മകൻ ആമേൻ യേശു അതേ ഭൂതത്തെ ശാസിച്ചപ്പോൾ നിലത്ത് വീണ് ആമേൻ ഞെരുക്കിയതുപോലെ, ആമേൻ ഹല്ലേലൂയ വല്ലാതെ പിടച്ചതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായി. ആമേൻ. അന്ന് പകലിൽ ആമേൻ ഒരു ദുരാത്മശക്തി 16 വർഷം എന്നെ കെട്ടിയ ദുരാത്മശക്തി അഴിഞ്ഞു മാറുവാനിടയായി തീർന്നു. രോഗം എന്ന പേരിൽ എന്നെ അസ്വസ്ഥമാക്കിയ അതൂട്ട ശക്തി അന്ന് പകൽ അഴിഞ്ഞു മാറി. ആമേൻ ഹാലേലൂയ. ഇന്ന് വർഷം പലത് കഴിഞ്ഞു, പിന്നെ അതെന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ദൈവം വിടുതൽ അയച്ചാൽ അത് എന്നേക്കുമുള്ള വിടുതലാണ്. ദൈവം വിടുതൽ അയച്ചാൽ അത് എന്നേക്കുമുള്ള വിടുതലാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ഈ പ്രഭാതയാമത്തിൽ ചിലരോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു വിടുതൽ അയക്കാൻ വേണ്ടി പോകുകയാണ്. നാളുകളായി നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളോട് ഗുഡ് ബൈ പറയുവാൻ, നാളുകളായി നമ്മെ ഭയപ്പെടുത്തിയ ചില യാത്രിയുടെ അനുഭവങ്ങൾ ആമേൻ നമ്മെ വിട്ടു മാറാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് പകൽ ഇത് കേൾക്കുന്ന ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ആമേൻ. നമ്മുടെ രാത്രി കഴിയാൻ പോകുകയാ. ദൈവപ്രവൃത്തിയുടെ ഒരു പ്രഭാതം നമുക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ഹോശേയ പറയുകയാണ്, ആമേൻ, അവന്റെ ഉദയം പ്രഭാതം പോലെ സുനിശ്ചിതമാണെന്നേ. ദൈവത്തിന്റെ ഇടപെടലിന്റെ സമയം പ്രഭാതം പോലെ സുനിശ്ചിതമാണെന്നേ. ഈ പ്രഭാതത്തിൽ ആമേൻ ഈ വചനവും സാക്ഷ്യമെന്ന ഫേസ്ബുക്ക് പേജിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവരെ, ആമേൻ, നിങ്ങളോട് ആത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാണ്. ജീവിതത്തിൽ ചില വിടുതലുകൾ ഇന്ന് പകൽ ദൈവം കൽപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. ആമേൻ, ചിലത് വിട്ടുമാറാൻ വേണ്ടി പോകുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഏതു വിഷയമാണെങ്കിലോ, നിങ്ങളെ പിന്തുടരുന്ന ശക്തി എത്ര ബലമുള്ളതാണെങ്കിലോ, ആമേൻ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്തതാണെങ്കിലോ, ഇന്ന് പകൽ വചനത്തിന്റെ ശക്തി അയച്ച് ദൈവം അതിനെ പൊട്ടിച്ചു കളയുന്നു എന്ന് ആത്മാവിനോട് ഇടപെടുന്നു. ഹല്ലേലൂയ. ചിലരുടെ മേലൊരു ഭയങ്കര സൗഖ്യം ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുകയാണ്. ചിലരുടെ മേലൊരു ഭയങ്കര സൗഖ്യം. ആമേൻ. നീണ്ട 16 വർഷം ഞാൻ കഷ്ടപ്പെട്ട ആസ്മ എന്ന രോഗത്തിന്റെ ദുരാത്മാവിനെ പൊട്ടിച്ച് ദൈവം എന്നെ ജീവിതത്തെ നിറമുള്ളതാക്കി
സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് പകൽ എന്നെ സൗഖ്യമാക്കിയ ദൈവം നിങ്ങളെയും സൗഖ്യമാക്കോ. ആമേൻ. അതിനുശേഷം ഒത്തിരി ഈ രോഗം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. ദൈവം അവരെ വിടുവിക്കുന്നത് കാണാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആമേൻ. ഈ ദിവസങ്ങളിൽ നീ കഷ്ടപ്പെടുന്നെങ്കിൽ, ഈ ദിവസങ്ങളിൽ നീ വല്ലാതെ ഞെരുങ്ങുന്നെങ്കിൽ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ, ഒരു കാര്യം ഉറപ്പാണ്, ഒരു പ്രഭാതം, ദൈവപ്രവൃത്തിയുടെ ഒരു പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോകുകയാണ്. ദൈവപ്രവൃത്തിയുടെ ഒരു പ്രഭാതം നിങ്ങളെ തേടി വരാൻ വേണ്ടി പോകുകയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, ആമേൻ, നാളുകളെ പിന്തുടർന്ന ദൂട്ട ശക്തികളെ താറുമാറാക്കുവാൻ പ്രഭാതത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന പ്രഭാതമാണ്. ആമേൻ. ഞാൻ ഇതൊരു പ്രസംഗത്തിന് വേണ്ടി പറയുന്ന, ദൈവം എന്നെ നിയോഗിച്ചൊരു ദൂതാണിത്. എനിക്കറിയത്തില്ല, ഇത് കേൾക്കുന്ന ആരുടെയോ ജീവിതത്തിൽ ഈ പ്രഭാതത്തിൽ ഒരു ശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുകയാണ്. ഈ പ്രഭാതത്തിൽ ശക്തമായ ഒരു ദൈവിക ഇടപെടൽ വെളിപ്പെടാൻ വേണ്ടി പോകുകയാണ്. നീ ഭയപ്പെടുന്ന ചില വിഷയങ്ങൾ താറുമാറാകാൻ വേണ്ടി പോകുകയാണ്. ഒന്ന് സ്വോത്രം ചെയ്താട്ടെ ഇന്ന് പകൽ. ഈ വചനത്തിനൊന്ന് ആമേൻ പറഞ്ഞാട്ടെ ഇന്ന് പകൽ. ആമേൻ. നിന്റെ നന്മയൂറ്റി, നിന്റെ സാമ്പത്തികത്തെ ഊറ്റിക്കളഞ്ഞ് നിന്നെ ഭയപ്പെടുത്തുന്ന ചില കെട്ടുകൾ ഇന്ന് പകൽ ദൈവം അഴിക്കാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ. പ്രഭാതത്തിൽ ദൈവത്തിന്റെ ഒരു വെളിപ്പാടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. 4 കാര്യങ്ങൾ പ്രഭാതത്തിൽ വെളിപ്പെടുന്ന ദൈവിക വിടുതലിനെ സംബന്ധിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഈ ഒറ്റ ആമേൻ ദൂതിൽ ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പ്രഭാതയാമത്തിൽ ആമേൻ തന്റെ ജനത്തിനു വേണ്ടി അഗ്നിമേഘ സ്തംഭത്തിൽ ദൈവം വെളിപ്പെട്ടു. ഇന്ന് പ്രഭാതത്തിൽ ചിലർക്ക് വേണ്ടി ദൈവം വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. ഭൂമിയെ നനയ്ക്കുന്ന മഴ പോലെ, ആമേൻ ആമേൻ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ ഇന്ന് പ്രഭാതത്തിൽ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. നീ ഫലം കായിക്കോ, നിന്റെ വരൾച്ച മാറോ, നീ ഒന്ന് നനയാൻ പോകുകയാണ്. നിന്റെ മേലൊരു ദൈവപ്രവൃത്തി ഇറങ്ങാൻ പോകുകയാണ്. നിന്റെ മേലൊരു ദൈവിക ഇടപെടൽ വെളിപ്പെടാൻ വേണ്ടി പോകുകയാണ്. ഈ പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ മിനിസ്ട്രിയുടെ ലെവല് മാറാൻ വേണ്ടി പോകുകയാണ്. നിന്റെ ശുശ്രൂഷയുടെ ആമേൻ വാതിൽ തുറന്നു വരാൻ വേണ്ടി പോകുകയാണ്. ചില അതിരുകളെ നീ ആമേൻ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഉടമന ഹദര ജഗന റമന ഘടകതി. ചില ബൗണ്ടറികൾ ഈ ദിവസങ്ങളിൽ നീ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. നിന്റെ വളർച്ചയെ പിടിച്ചു നിർത്തുവാൻ ആമേൻ ഒരു ഫറവോനും സൈന്യത്തിന് കഴിയത്തില്ല. നിന്റെ മുന്നേറ്റത്തെ പിടിച്ചു നിർത്തുവാൻ ഒരു ഫറവോനും അവന്റെ വിശേഷപ്പെട്ട രഥത്തിന്റെ ശക്തികൾക്കും കഴിയത്തില്ല. അതിനെ താറുമാറാക്കുന്ന പ്രഭാതത്തിൽ വെളിപ്പെടുന്ന ഒരു വിടുതൽ ഇന്നു പകൽ ദൈവം നമുക്ക് വേണ്ടി അയക്കുകയാണ്. എത്ര പേർക്ക് ഈ വചനാമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ആമേൻ പറഞ്ഞ് ദൂതിനെ ഏറ്റെടുത്തോ. ജീവിതത്തിൽ ഒരു അസാധാരണ വിടുതലിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരാൻ വേണ്ടി പോകുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. ആമേൻ. ഭൂമിയെ നനയ്ക്കുന്ന മഴ പോലെ ചിലരുടെ വരണ്ട ജീവിതത്തിന്റെ, വരണ്ട ശുശ്രൂഷയുടെ, വരണ്ട ആത്മീയ ജീവിതത്തിന്റെ മേൽ ദൈവിക ഇടപെടൽ, ദൈവിക സന്ദർശനം ഇന്ന് പകൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. കർത്താവിന്റെ കരത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. വിടുവിക്കപ്പെട്ട തന്റെ ജനത്തിനു വേണ്ടി പ്രഭാതത്തിൽ ഒരു ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തിയതുപോലെ ഇന്നു പകലിൽ കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആമേൻ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന്റെ മേൽ അവരേത് വിഷയത്താൽ ഭാരപ്പെടുന്നുവോ ആ വിഷയത്തിന്റെ മേൽ ഇന്നു പകൽ ഒരു ദൈവപ്രവൃത്തി ഇറങ്ങി വന്ന് അവരെ കഷ്ടപ്പെടുത്തുന്ന, ഞെരുക്കുന്ന ചില ദൂട്ട ശക്തികളെ താറുമാറാക്കി നിന്റെ ജനത്തെ അക്കരെ കയറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മുമ്പിൽ പുതിയൊരു വാതിൽ തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഞെരുക്കം മാറേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നു പകൽ ശക്തമായൊരു ദൈവപ്രവൃത്തി നിന്റെ ജനത്തിനു വേണ്ടി ദൈവം വെളിപ്പെടുത്തണം. ഈ വചനം കേൾക്കുന്നവരുടെ മേൽ ആ ദൈവപ്രവൃത്തി ഇറങ്ങി വരണം. ദൈവകരത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എനിക്ക് ഇത്രത്തോളം സമയം അനുവദിച്ച ഈ ഗ്രൂപ്പിന്റെ ആമേൻ ചുമതല വഹിക്കുന്ന കർത്തദാസന്മാരോട് നന്ദി പറയുന്നു. എനിക്കറിയാം റേഞ്ചിന്റെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആമേൻ. ഇവിടെ ശക്തമായ മഴയാണ്. ആമേൻ. റേഞ്ച് ആമേൻ വളരെ കുറവാണ്. അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നിങ്ങൾ സദയം ക്ഷമിക്കുക. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈ വചനങ്ങൾ നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ആമേൻ. സ്തോത്രം.